ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്ത് മറിയം 25, 26, 27 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വഹുസ്സി ഇലൈകി, ഹുസ്സി എന്നതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി, ബിജിദ്ഇൻ നഖ്ലതി അന്നഖ്ല. ഈ പദത്തിലെ നൂൻ മുശദ്ദദയെ മണിക്കണം. ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അന്നഖ്ല, ഖാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഖാഇനെ ഉച്ചരിക്കുക. അന്നഖ്ലതി തുസാഖിതു അലൈകി. ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. താ, സീന്, സീനിൻ്റെ അലിഫ്, ഇവയൊക്കെ ഖാഫും ത്വാഉം ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇവിടെ ഖാഫിന് കസ്റുള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ത്വാഇന് ഖൽഖല സുഗ്റ കൊടുക്കണം, കൂടാതെ തഫ്ഖീമും കൊടുക്കണം. ഖവിയായ സിഫത്തുകളുള്ള അക്ഷരമാണ് ത്വാ. അപ്പോൾ തുസാഖിതു അലൈകി, അലൈകി റുതബൻ ജനിയ. ഹുറൂഫുൽ ഹൽഖുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വചനത്തിൽ വന്ന വഹുസ്സി എന്ന ഹ, ബിജിദ്ഇ ഐൻ, അന്നഖ്ല ഖാ, വീണ്ടും അലൈകി, എല്ലാ ഹൽക്കിൻ്റെ അക്ഷരങ്ങളും എന്ന് മാത്രമല്ല എല്ലാ ഹർഫും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. റുതബൻ ജനിയ, റുത, റാ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ത്വാഇനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. റുതബൻ ജനിയ. റുതബൻ എന്ന പദത്തിലെ തൻവീൻ ശേഷം ജീമ് വന്നതിനാൽ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. മറച്ചു മണിച്ച് അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. കാരണം ജീമ് ഇസ്തിഫാലിൻ്റെ ഹർഫായ തർക്കീഖ് ചെയ്തുച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് റുതബൻ ജനിയ. ഫകുലി വഷ്റബി, ഫകുലി വഷ്റബി വഖർരി ഐന. ഫകുലി വഷ്റബി, വഷ്റബി റാഹിന് തഫ്ഖീം കൊടുക്കുക. ഷീനിന് വഷ് എന്ന് പറയുമ്പോൾ ഷീൻ തഫഷി എന്ന സിഫത്തുള്ള അക്ഷരമാണ് ഷീൻ. വഷ് വ്യക്തമായി അതിൻ്റെ ശബ്ദം ശരിയായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. വഷ്റബി, വഷ്റബി വഖർരി, ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. വഷ്റബി വഖർരി, ഖർരി എന്നതിലെ റാഹിന് തർക്കീഖാണ്, മക്സൂറത്തായതുകൊണ്ട്. വഖർരി ഐന, ഐന, ഐനിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു, ഹൽക്കിൻ്റെ അക്ഷരമാണ്. വഖർരി ഐന ഫഇമ്മാ തറയിന്ന. റായിന് തഫ്ഖീം കൊടുത്തുച്ചരിക്കുക, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ടും. തറയിന്ന മിനൽ ബശരി,
മിനൽ ബശരി അഹദൻ ഫഖൂലി. അഹദൻ ഇതിലുള്ള തൻവീന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ച് ഉച്ചരിക്കുക. അഹദൻ ഫഖൂലി. മണിക്കലിൽ അവ്യക്തമാക്കി തൻവീനിനെ മണിക്കുന്നതിൽ മണിച്ചുച്ചരിക്കുമ്പോൾ അവിടെ തർക്കീഖാണ് എന്നത് ശ്രദ്ധിക്കുക. ഇസ്തിഫാലിൻ്റെ അക്ഷരമായ ഫ ആണ് ശേഷമുള്ളത്. അഹദൻ ഫഖൂലി ഇന്നി. ഫഖൂലി എന്നതിലെ യാഇൻ്റെ ദീർഘം മദ്ദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഫഖൂലി ഖാഫിന് തഫ്ഖീമുണ്ട്, നിസ്ബിയ തഫ്ഖീം. ഫഖൂലി ഇന്നി. നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്നി നദർതു. റാഇന് തഫ്ഖീം കൊടുക്കുക. നദർതു ലിർറഹ്മാനി. റാഇന് വീണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ഹ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഹൻ്റെ മഖ്റജ്. ലിർറഹ്മാനി സ്വൗമൻ എന്നതിലെ സ്വാദ് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക. സ്വൗമൻ ഫലൻ. തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, വ്യക്തമാക്കി മണിച്ചുച്ചരിക്കുക. സ്വൗമൻ ഫലൻ ഉകല്ലിമ. സാക്കിനത്തായ നൂൻ ശേഷം ഹംസ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഈ പദത്തിൽ സാക്കിനത്തായ നൂൻ ശേഷം സീൻ. ഇവിടെ ഇഖ്ഫാ ഹഖീഖി നൽകി നൂനിനെ മറച്ചു മണിക്കുക, വ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. ഇൻസിയ. ഫഅതത് ബിഹി ഖൗമഹ. ഫഅതത് മഹ്മൂസും ഷദീദും ആയ അക്ഷരമാണ്. ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകൾ തായിനുണ്ട്. ഫഅതത് ബിഹി എന്നതിലെ ദമീർ മദ്ദുസ്സിലത്ത് സൂറ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകണം. ഖൗമഹ തഹ്മീലു. ഖൗമഹ ഖാഫിന് തഫ്ഖീം ചെയ്യണം, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. തഹ്മീലു ഹ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഖാലൂ യാ മർയമു. ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫിന് അലിഫ് നൽകി ദീർഘിപ്പിക്കുകയാണ്. ഖാലൂ യാ മർയമു. റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. ലഖദ് ജിഇതി. ലഖദ് ഖാഫിന് ഇസ്തിഅലാഇൻ്റെ ഹർഫായതുകൊണ്ട് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ദാലിന് ഖൽഖല സൂറ നൽകുക. ലഖദ് ജിഇതി ഷൈഅൻ ഫരിയ. ഷൈഅൻ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ഷൈഅൻ ഫരിയ. അപ്പോൾ ഇതുവരെയായി എണ്ണപ്പെട്ട ഇസ്തിഅലാഇൻ്റെയും തഫ്ഖീമിൻ്റെയും അക്ഷരങ്ങൾ ഖാ, സ്വാദ്, ദ്വാദ്, ത്വാ, ള, ഗൈൻ, ഖാഫ്. ഖുസ്സ, ദിഗ്, തീൻ, ഖിദ്. ഈ 7 അക്ഷരങ്ങൾക്കാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുക. ഇവ നാവ് ഉയർത്തി ഉച്ചരിക്കുന്നു എന്ന അവസ്ഥ അതിനുള്ളതുകൊണ്ടാണ് ഇസ്തിഅലാ എന്ന് പേര് വരുന്നത്. നാവിൻ്റെ പിൻവശം ഉയരും. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗവും പിന്നും എല്ലാം ഉയർന്നിരിക്കും. തഫ്ഖീം ചെയ്ത് എപ്പോഴും ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. അതേപോലെ റാഇനെ തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ. ഈ തഫ്ഖീമിൻ്റെ അവസ്ഥകൾ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും.
أعوذ بالله من الشيطان الرجيم. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا